അസ്സലാമു അലൈക്കും. വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണ് അത് രാവിലെ തന്നെ കേൾക്കാൻ സാധിച്ചത്. വളരെയധികം ദാരുണമായ ഒരു സംഭവം. 1-2 ആളുകളല്ല, 40ഓളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത. പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ ഉംറ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം വളരെയധികം സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന ആ മദീന പള്ളി കൺകുളിർക്കെ കണ്ട് ആ നബി തങ്ങളോടൊന്ന് സലാം ചൊല്ലാൻ വളരെയധികം കൊതിയോടുകൂടി ആഗ്രഹിച്ചു പോയ 40ഓളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു അത്. മദീനയിൽ ഉംറ ബസ് കത്തി 40ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. മക്കയിൽ നിന്നും പുറപ്പെട്ട ഉംറ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു. 43 ഹൈദരാബാദ് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചതോടെ തൽക്ഷണം തീപിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടെന്ന വിവരം. പരിശുദ്ധ മക്കയിൽ ഉംറ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം തിരിച്ചു മദീനയിലേക്ക് പോകുന്ന വഴിക്ക് വെച്ചുകൊണ്ട് ഇവർ സഞ്ചരിച്ച ബസ് മറ്റൊരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിക്കുകയാണ്. ഡീസൽ ടാങ്കർ ലോറിയുമായിട്ടാണ് കൂട്ടിയിടിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇടിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. തൽക്ഷണം സ്പോട്ടിൽ തന്നെ വലിയ രീതിയിലുള്ള തീ ആ ബസ്സിലേക്ക് ആളി പടരുകയും ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ അപകടത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. വലിയ രീതിയിൽ ബസ് കത്തുകയും ആ ബസ്സിനകത്തുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു പോയി. ഒരു മനുഷ്യൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബാക്കിയുള്ള എല്ലാവരും മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്നൊരു വാർത്ത. ആ ബസ്സിലുണ്ടായിരുന്നവർ മുഴുവനും ഹൈദരാബാദ് സ്വദേശികളാണ്. അതിനകത്ത് സ്ത്രീകളും, അതിലേറെ ഏറ്റവും കൂടുതലും സങ്കടപ്പെടുത്തുന്നത് അതിനകത്തൊരുപാട് കുട്ടികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹൈദരാബാദിലുള്ള ഒരു ഉംറ സർവീസിൻ്റെ കീഴിൽ വന്ന ആളുകളാണ് ഈ ബസ്സിനകത്തുണ്ടായിരുന്നത്. ആ ബസ്സിനുള്ളിലേക്ക് നല്ല രീതിയിൽ തീ ആളിപ്പടർന്നതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയവരുടെ പലരുടെയും മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം ആ ഒരു അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. രാത്രിയോടുകൂടിയാണ് ഈ ഒരു ദാരുണമായ ഒരു അപകടമുണ്ടായത്. സൗദി സമയം രാത്രി 11 മണിയോടുകൂടി, അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. സൗദി അറേബ്യയിലെ ബദർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. മക്കയിൽ നിന്നും യാത്ര പുറപ്പെട്ട് മദീനയിലേക്ക് ഏകദേശം എത്താറായി. ഇനി 1 മണിക്കൂർ മാത്രമേ ഇനി സഞ്ചരിക്കാൻ സമയമുള്ളൂ. ആ സമയത്താണ് മരണം അവരെ മാടി വിളിക്കുന്നത്. അല്ലെങ്കിൽ മരണം അങ്ങനെയാണ്. ഏതു സമയത്താണ്, ഏതു നിമിഷത്തിലാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. പ്രതീക്ഷിക്കാതെയാണ് മരണം നമ്മെ എല്ലാവരെയും പിടികൂടുന്നത്. ഇതിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി അദ്ദേഹത്തിന് എല്ലാവിധ പരിപൂർണ ശിഫയും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അവരുടെ കുടുംബത്തിലുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ചുലച്ച ഒരു ദുരന്തമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പലപ്പോഴും ഇത്തരം അപകടമരണങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധരും മറ്റുമെല്ലാം പറഞ്ഞു വയ്ക്കാറുണ്ട്, അല്ലാഹു ഇത്രയ്ക്കും ക്രൂരനാണോ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന മനുഷ്യരെ പോലും അല്ലാഹു കൊലപ്പെടുത്താൻ മാത്രം ഇത്രയ്ക്കും ക്രൂരനാണോ എന്നൊക്കെയുള്ള നിരന്തരമായ ചില ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. അതിപ്പോൾ ഉംറയ്ക്കും ഹജ്ജിനും പോകുന്ന സമയത്ത് മാത്രമല്ല. ഇപ്പോൾ വയനാട് ആ ഒരു ചൂരൽമലയിലുണ്ടായ ആ ഒരു അപകടമാകട്ടെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കോണുകളിൽ എവിടെയെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു ഇത്രയ്ക്കും ക്രൂരനാണോ എന്നൊക്കെയുള്ള നിരന്തരമായ ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. അല്ലാഹു ഉണ്ട് അല്ലെങ്കിൽ ദൈവമുണ്ട് എന്ന് പറയപ്പെടുമ്പോഴാണല്ലോ ഇത്തരം നിരന്തരമായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഉദാഹരണത്തിന്, ഈ ലോകത്ത് എല്ലാവരും നിരീശ്വരവാദികളാണെന്ന് കരുതുക. അതായത് ആർക്കും ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവരാണെന്ന് കരുതുക. അങ്ങനെയുള്ള സമൂഹമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ആ സമയത്തും ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതുപോലെ മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ മരണങ്ങളുടെ ഉത്തരവാദിത്തം അതിൽ നിങ്ങൾ ആരെയായിരിക്കും പഴിചാരുക? പഴിചാരാൻ അവിടെ ദൈവമില്ല. കാരണം അവിടെയുള്ള എല്ലാവരും നിരീശ്വരവാദികളാണല്ലോ. അപ്പോൾ ആ സമയത്ത് അത് വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആശ്വസിക്കും. എന്നാൽ ഇവിടെയോ അല്ലാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ, ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ, ഇവിടെ എന്തു നടന്നാലും, ഈ ഭൂമിലോകത്ത് എന്തു സംഭവിച്ചാലും അതിനെല്ലാത്തിനും ഉത്തരവാദി ദൈവമാണ്. ദൈവം ഇത്രയ്ക്കും ക്രൂരനാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്കൊരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ഒരു ശുഭപ്രതീക്ഷയുണ്ട് എല്ലാ കാര്യങ്ങളിലും. അവനതൊരു പോസിറ്റീവ് എനർജിയാണ്.
എല്ലാ മതങ്ങളും നന്മ ചെയ്യാനും മറ്റുള്ള ജനങ്ങളെ സഹായിക്കാനും സൽപ്രവർത്തനങ്ങൾ ചെയ്യാനും തെറ്റായ കാര്യങ്ങളിൽ നിന്നും പിന്മാറാനുമൊക്കെയാണ് എല്ലാ മതങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത്. അർത്ഥത്തിൽ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അവൻ നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ നേരെ മറിച്ച് യുക്തിവാദിയാകുന്ന അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്നവൻ ഇഷ്ടം പോലെ തോന്നിവാസം പോലെ ജീവിക്കുന്നു. അവൻ ആരെയും ഭയക്കേണ്ടതില്ല. അവൻ എന്ത് തോന്നിവാസവും ഈ ഭൂമി ലോകത്ത് കാണിക്കാം. അവന് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ടാകില്ല, ഒരു ആത്മവിശ്വാസം ഉണ്ടാകില്ല. തനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ദൈവം എനിക്ക് കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം അത് വിശ്വാസികളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. നമുക്കൊരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നേട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അത് ദൈവം എനിക്ക് തന്നതാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സങ്കടകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ് എന്ന് കരുതുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. നമുക്കറിയാം, ഈ ദുനിയാവ്, അതായത് ഈ ലോകമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്ന ഒന്നാണ്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടതുണ്ട്. ശാശ്വതമായിക്കൊണ്ട് ഇവിടെ ആരും തന്നെ നിലനിൽക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, നമുക്കൊരു പ്രയാസവും ദുഃഖവും ഉണ്ടാകുമ്പോൾ അത് അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ് എന്നാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നോക്കൂ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തീർച്ചയായും ഭയം, വിശപ്പ്, ധനനഷ്ടം, ജീവഹാനി, വിളനാശം എന്നിവയിൽ നിന്നുള്ള ചിലതുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ താക്കോലെന്ന് പറയുന്നത് ക്ഷമയാണ്. മരണമെന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്. അത് എവിടെ വെച്ചാകണം, എപ്പോൾ ആകണം എന്നുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ക്ഷമിക്കുന്നത് എങ്കിൽ അവൻ നിങ്ങൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകും. നിങ്ങളുടെ നോക്കൂ, ഉംറ എന്ന പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മം നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ അതിഥികളായി യാത്ര പുറപ്പെട്ടവരാണ് മരണപ്പെട്ടു പോകുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര പോയ ഒരാൾ മരണപ്പെട്ടാൽ, അതല്ലെങ്കിൽ പൊടുന്നനെ ഒരു അപകടത്തിലോ തീപിടുത്തത്തിലോ മരണപ്പെട്ടാൽ അവർക്ക് ഷഹീദിൻ്റെ, അതായത് രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഉംറ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ആ സന്തോഷത്തിൽ മദീനയിലേക്ക് പോയി ആ നബിതങ്ങളോടൊന്ന് സലാം ചൊല്ലാൻ ആഗ്രഹിച്ച ആ സഹോദരങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ ആ സഹോദരങ്ങൾക്ക് അല്ലാഹു ഷഹീദിൻ്റെ, രക്തസാക്ഷിയുടെ പദവി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും, ഏതു വിഷമഘട്ടത്തിലും, ഏതു ദുഃഖത്തിലും ദുരിതത്തിലും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുക, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ ഇത്രയും നാൾ നമുക്ക് എല്ലാവിധ ആരോഗ്യങ്ങളും സമ്പത്തുകളും ഒക്കെ നൽകി ഈ ഭൂമിയിൽ അവൻ നമ്മളെ ജീവിച്ചിരിപ്പിക്കുന്നുവെങ്കിൽ അവന് നന്ദി പറയേണ്ടതുണ്ട്, അവനെ സ്തുതിക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആ അപകടത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അവരുടെ കുടുംബത്തിലുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.